ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ചാക്ക ബോബൻ നായകനെ ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 20 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി വൻപൻ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങുന്ന മലയാള സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. എല്ലാ മേഖലയിൽ നിന്നും ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ ക്രൈം ത്രില്ലർ സിനിമയിൽ പ്രിയാമണി, ജഗദീഷ്, വിശാഖ് നായർ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ഷാഹി കബീർ തിരക്കഥ എഴുതിയ ഈ സിനിമയ്ക്ക് റോബി വർഗീസ് രാജാണ് ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത്. ചിത്രം ആദ്യ 2 ദിവസം കൊണ്ട് കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 3,25,00,000 രൂപയായിരുന്നുവെങ്കിൽ മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച മാത്രം 2,75,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ കേരള കളക്ഷനായി 6 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ആദ്യ 2 ദിവസം കൊണ്ട് ഗൾഫ് മേഖലയിൽ നിന്ന് മാത്രം 2,90,00,000 കളക്ട് ചെയ്ത ഈ സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 7 കോടിക്ക് മുകളിലായിരുന്നു. മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് 6,50,00,000 രൂപയുമാണ്. ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 13,50,00,000 മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 4-ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയും ചിത്രം വമ്പൻ ബുക്കിംഗ് ആണ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ 20 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2025 തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ ഒരു സിനിമ മാത്രമാണ് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരുന്നത്. അത് രേഖാചിത്രമാണ്. രണ്ടാമത്തെ ബ്ലോക്ക് ബസ്റ്റർ വിജയ സിനിമയായിരിക്കും ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഉണ്ണി മുകുന്ദൻ നായകനായി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. നിഖില വിമൽ, ചെമ്പൻ വിനോദ്, ശ്യാം മോഹൻ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. സിനിമ ആദ്യ ദിവസം കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 30,00,000 രൂപയായിരുന്നുവെങ്കിൽ 2-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ ഏകദേശം 40,00,000 റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ഈ സിനിമ 70,00,000 രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യ 2 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 1 കോടിക്ക് മുകളിലുമാണ്. മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ച സിനിമയ്ക്ക് അത്യാവശ്യം ബുക്കിംഗ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യ 2 ദിവസത്തെ അപേക്ഷിച്ച് മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ച സിനിമയ്ക്ക് കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഫെബ്രുവരി 14 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ദാവീദ്. ആന്റണി വർഗീസ് പെപ്പെ നായകനായി ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ലിജോ മോൾ ജോസ്, മോ ഇസ്മായിൽ, വിജയരാഘവൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 9 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 5,20,00,000 രൂപ ഈ സിനിമ കേരള കളക്ഷനായി മാത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. 9 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഏകദേശം 10 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി 14 തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത മറ്റൊരു സിനിമയാണ് ബ്രോമാൻസ്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർജുൻ അശോകൻ, മാത്യു തോമസ്, മഹിമ നമ്പ്യാർ, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഈ സിനിമ 9-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരള കളക്ഷനായി 48,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. നിലവിൽ 6,75,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമ ആദ്യ 9 ദിവസം പിന്നിടുമ്പോൾ 14-14.5 കോടി റേഞ്ചിലാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. 2025 ബോളിവുഡിന് മികച്ച വിജയം സമ്മാനിച്ച് മുന്നേറുന്ന സിനിമയാണ് ചാവ. ലക്ഷ്മൺ ഉദയക്കർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിക്കി കൗശൽ, രശ്മിക മന്ദാന, അക്ഷയ് ഖന്ന എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഫെബ്രുവരി 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമയുടെ ആദ്യ 8 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 249,31,00,000 രൂപ ഈ സിനിമ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയിരിക്കുകയാണ്. സിനിമയുടെ ആദ്യ 8 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 350 കോടി റേഞ്ചിലുമാണ്. 10-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 500 കോടി റേഞ്ചിലേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശക്തമായ പനി, ചുമ, കഫക്കെട്ട് ഇതിനിടയിലാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.